ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭാമയെ വിളിച്ചിട്ട് ഇന്ന് അമ്മയുടെ പിറന്നാളാണെന്നും അമ്മ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും, അപ്പോൾ അമ്മ അങ്ങനെ ഗിഫ്റ്റ് തരണമെങ്കിൽ ഞാൻ അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭാമയായിട്ട് സംസാരിക്കാം. നീ എന്താ അവർക്ക് മേടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് കൂട്ടുകാർ ചോദിക്കുക എത്രയാണ് നിൻ്റെ ബഡ്ജറ്റ് എന്നും ചോദിച്ചു. അന്നേരം പിന്നെ കാശൊക്കെ ചിലവാക്കി അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് എന്താ വട്ടാണോ എന്ന് ഭാമയോട് ചോദിക്കുക. ഭാമേ, നിൻ്റെ മകൻ്റെ മുറിയിൽ ഒരു TV കൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ നീ പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, അതവിടെ വെറുതെ ഇരിക്കുകയല്ലേ, അതെനിക്ക് തന്നേക്കാനായിട്ട് പറയുമോ ഭാമയോട്. ഞാനത് ഗിഫ്റ്റായിട്ട് അമ്മയ്ക്ക് കൊടുത്തോളാമെന്ന് ചന്ദ്ര പറയുമ്പോൾ, അല്ല അത് പിന്നെ ചന്ദ്ര, അത് പിന്നെ എടീ അത്രയും വലിയ ഗിഫ്റ്റ് അമ്മയ്ക്ക് മറ്റാരും കൊടുക്കത്തില്ലെന്നേ, അതുകൊണ്ട് അമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് എനിക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അതിൽ നിന്ന് ഒരു പങ്ക് നിനക്ക് ഞാൻ തരാടിയെന്ന് പറഞ്ഞു. അപ്പം നീ എനിക്ക് തരുമോ? ഉറപ്പായിട്ട് ഞാൻ തരാമെന്ന് ചന്ദ്ര ഭാമയോട്. പിന്നെ വൈകുന്നേരം കേട്ടോ ഫംഗ്ഷൻ, അപ്പോൾ ആ TV കവർ അവിടെ എങ്ങാനും കാണത്തില്ലേ, നീ TV നന്നായി തുടച്ച് വൃത്തിയാക്കി ആ കവറിലിട്ട് ഇങ്ങ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനത് അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നും പറഞ്ഞു ഭാമയും ഭയങ്കര സന്തോഷം, അമ്മയുടെ ഗിഫ്റ്റ് കിട്ടുമെന്നുള്ളൊരു സന്തോഷത്തിൽ. അപ്പോൾ എന്താ ഭാമ നീ ഒന്നും മിണ്ടാത്തെ, നീ അത് കൊണ്ടുവരില്ലേ എന്ന് ചോദിക്കുമ്പം, ഞാൻ കൊണ്ടുവന്നേക്കാം എൻ്റെ ചന്ദ്രേ, പിന്നെ കിട്ടുന്ന സ്പെഷ്യൽ ഗിഫ്റ്റിൻ്റെ ഒരു പങ്ക് എനിക്ക് നീ തന്നോളണം. അപ്പം ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ ഭാമ എന്നും പറഞ്ഞുകൊണ്ട് പറയുമോ. പിന്നെ ഉണ്ടല്ലോ, നീ ഇത് വേറെ ആരോടും പറയാനൊന്നും നിൽക്കരുത് കേട്ടോ എന്നും പറഞ്ഞു. ഇല്ല ചന്ദ്രൻ, ഞാൻ ആരോടും പറയില്ല എന്ന് ഭാമ. അപ്പം ശരി എന്നാലേ, അപ്പം നമുക്ക് വൈകുന്നേരം കാണാവേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷം. അതും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോണും കട്ട് ചെയ്ത് ഭയങ്കര സന്തോഷത്തിൽ ഭാമ ഈ ഒരു TV കൊണ്ടുവരുന്ന സ്വപ്നം കണ്ട് നമ്മുടെ ചന്ദ്ര അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഫോണിൽ നമ്മുടെ രേവതിയെ ഞാനിവിടെ എത്തിയെന്നും പറഞ്ഞു ഒരാൾ വിളിക്കും, പുറത്ത് നിൽപ്പുണ്ടെന്നും പറഞ്ഞു. നീ പെട്ടെന്ന് വന്നല്ലോ എന്ന് രേവതി അന്നേരം പറഞ്ഞു. നീ നിൽക്കേ, ഞാൻ വരുന്നു കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി പുറത്തേക്ക് ഇറങ്ങിച്ചില്ല. അപ്പോൾ ദേവുവാണ് വന്നത്. അപ്പോൾ ദേവു ഒരു ഓട്ടോയിൽ വന്ന് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ രേവതി ഇറങ്ങിച്ചെന്നു. ചേച്ചി എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം, കുറച്ച് സ്ഥലത്തുകൂടി പൂ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഫോൺ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് വിളിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ദേവു ഫോൺ കൊണ്ടുവന്ന് കൊടുത്തു. അല്ല എന്തിനാ എൻ്റെ ഫോൺ, ചേച്ചിക്ക് ഫോണില്ലെന്ന് ചോദിച്ചപ്പം, അത് അച്ഛമ്മയുടെ ബർത്ത്ഡേ അല്ലേ, കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന കാര്യം രേവതി പറയുക. എൻ്റെ ഫോണ് അത്ര ക്ലിയർ അല്ലല്ലോ, ഇതിൽ വീഡിയോസ് എടുത്താൽ നല്ല ക്ലിയർ ഉണ്ടാവില്ലേ എന്ന് രേവതി ചോദിക്കുക ദേവുവിനോട്. പിന്നെ നീ വൈകുന്നേരം അമ്മയുടെ കൂടെ ഫംഗ്ഷന് വരത്തില്ലേ എന്ന് ചോദിച്ചു. ഞാൻ വന്നോളാം, അപ്പം ഞാൻ ഈ ഫോൺ തരാം കേട്ടോ, എന്നാൽ നീ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞു ദേവുവിനെ രേവതി പറഞ്ഞു വിട്ടു. പിന്നെ ചേച്ചി എന്താ മോളെ, ചേച്ചിയും സച്ചേട്ടനും എന്തിനാ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ ജ്വല്ലറിയിൽ വിൽക്കാൻ പോയതെന്നുള്ള കാര്യം രേവതിയോട് ചോദിക്കുക. അപ്പോൾ രേവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. ഞാൻ ആ ജ്വല്ലറിയിൽ പൂ കൊടുക്കാൻ പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞതാണെന്ന കാര്യം ദേവു പറയുക. ചേച്ചിയുടെ ആഭരണങ്ങളൊക്കെ ഇവിടുത്തെ ആൻറ്റിയുടെ കയ്യിലല്ലേ ഉള്ളതെന്ന് ചോദിച്ചു. ചേച്ചി ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് ഞാൻ കണ്ടിട്ടുമില്ലല്ലോ, പിന്നെ ശരിക്കും എന്താ ചേച്ചി സംഭവിച്ചതെന്ന് ദേവു ചോദിക്കുമ്പം ദേവു അത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് രേവതി ദേവുവിനോട് പറയുക. അപ്പം അതെനിക്കറിയാമല്ലോ ചേച്ചി, കരുതിക്കൂട്ടി നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന്. പിന്നെ എന്താ സംഭവിച്ചേ, ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങൾ വിൽക്കാൻ പോകില്ല എന്ന് എനിക്കറിയില്ലേ എന്ന് നേരം ദേവ് ചോദിച്ചു. എന്തോ കാര്യമായിട്ട് ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്താ ചേച്ചി പറ്റിയതെന്ന് ദേവ് ചോദിക്കുമ്പം, ഇവിടെ കുറച്ച് ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു, അത് സ്വർണ്ണാഭരണങ്ങളാണെന്ന് കരുതി വിൽക്കാൻ ഞങ്ങൾ പോയതാണെന്നും അവിടെ എത്തിയപ്പോഴാണ് അബദ്ധം മനസ്സിലായതെന്നും രേവതി പറയുമ്പം, അല്ല ഇവിടെ ആരാ ഗോൾഡ് കവറിങ് ഒക്കെ ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ അത് ഉപയോഗിച്ചാലും ആരെങ്കിലും വിൽക്കാൻ കൊണ്ടുപോയി ചേച്ചി എന്നൊക്കെ ചോദിച്ചു. ഇവിടെ എന്തോ തിരുമറി നടന്നിട്ടുണ്ടല്ലോ ചേച്ചി എന്നും പറഞ്ഞ് ദേവ് പറയാം. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആരെങ്കിലും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്നാ. അപ്പോൾ ദേവു ചെറിയൊരു വിഷയമുണ്ട് എന്ന് രേവതി പറഞ്ഞു. ഇപ്പം എന്താ ചേച്ചി ശരിക്കും നടന്നതെന്ന് ചോദിച്ചപ്പം, എൻ്റെ വീട്ടിൽ പലതും നടക്കും, നീ ഇപ്പോൾ തൽക്കാലം അതൊന്നും അറിയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് ചേച്ചിയുടെ വീടായോ എന്ന് ദേവ് ചോദിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ വീട് എൻ്റെ വീട് തന്നെയല്ലേ, ഇവിടെ നടക്കുന്നതല്ല നീ അറിയണമെന്ന് നിർബന്ധമൊന്നും ഇല്ല, നീ വൈകുന്നേരം അമ്മയായിട്ടിങ്ങ് നേരത്തെ വാ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ദേവുവിനെ പറഞ്ഞു വിട്ടു. എന്തോ കാര്യമായ പ്രശ്നമാണെന്ന് എനിക്കറിയാം, അത് എന്നോട് മറച്ചു വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി, എന്താണെന്ന് എന്നോട് പറയൂ ചേച്ചി എന്ന് ദേവ് ഇങ്ങനെ നിർബന്ധിക്കും. തൽക്കാലം ഇപ്പം നീ അത് അറിയണ്ട, പറയാം ഞാൻ പിന്നെ ജ്വല്ലറി നടന്നതൊന്നും അമ്മയോട് ചെന്ന് പറഞ്ഞേക്കരുത്, പറയാൻ നിന്നേക്കരുത് കേട്ടോ. ചേച്ചി അത് നീ എത്ര ചോദിച്ചാലും ഞാനത് പറയില്ല, നീ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ദേവു എന്നെ നിർബന്ധിച്ച് വഴക്ക് പറഞ്ഞു വിട്ടു. ദേവു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രേവതി ഇങ്ങനെ അതും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും അവിടെ. ഇത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മുടെ രവിയേട്ടനും അമ്മയും കൂടി ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ വീട്ടിൽ പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ
അച്ഛമ്മ ഇങ്ങനെ പറയുമ്പം എൻ്റെ അമ്മയ്ക്ക് പോടി പിടിച്ച് അങ്ങോട്ട് പോയിട്ട് ഇത്ര അത്യാവശ്യമുള്ള കാര്യം എന്താ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. എന്തായാലും നാളെ ഞാൻ അമ്മ ഇവിടുത്തെ പ്രശ്നമില്ല, ഒരു 10 ദിവസമെങ്കിലും ഇവിടെ നിന്നിട്ട് അമ്മ പോയാൽ മതി എന്ന് ഇങ്ങനെ അച്ഛൻ പറയുമ്പം, എടാ പാടത്ത് പണി നടക്കുന്നുണ്ട്, ഞാൻ അവിടെ വേണമെന്നും നീ എൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വാ, കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്നും നമ്മുടെ അച്ഛമ്മ പറഞ്ഞു. അതൊക്കെ എനിക്ക് അറിയാൻ വരാനായിട്ട്. അമ്മ അവിടെ വന്ന് നിൽക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടൊന്നും അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. ഞാനിവിടെ റിട്ട് കയറി ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയാണെങ്കിലും എല്ലായിടത്തും എൻ്റെ കണ്ണ് ഓടി എത്തണം. പിന്നെ ചന്ദ്രയ്ക്ക് വഴക്ക് പിടിക്കാനാണെങ്കിലും അതിനും ഞാൻ തന്നെ നിന്ന് കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ആവശ്യമില്ലാതെ നിന്നെ വഴക്ക് പറയുന്ന കാര്യത്തിലേ അവൾക്കൊരിത്തിരി ഇളക്കം കൂടുന്നുണ്ട് എന്ന് അച്ഛമ്മ പറയുമ്പം, അങ്ങനെയൊന്നും ഇല്ല അമ്മയെന്ന് പറഞ്ഞു. വന്ന് അവളുടെ വായിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒരു വഴക്ക് കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല എന്നുള്ളൊരവസ്ഥയായി എന്ന് പറഞ്ഞു. ആ സമയത്ത് രേവതി ഈ ഫോണുമായിട്ട് ഇവരുടെ അടുത്തേക്ക് വരുക കേട്ടോ. അങ്ങനെ അച്ഛമ്മയുടെ കുറേ വീഡിയോയൊക്കെ പിടിക്കുക. അപ്പോൾ എന്താ മോളെ വീഡിയോ എടുക്കുകയാണെന്ന് ചോദിച്ചപ്പം, അതെ അച്ഛാ, അത് ഫംഗ്ഷൻ എടുത്താൽ ഇപ്പം എടുക്കണമെന്ന് ചോദിച്ചു. പിറന്നാളല്ലേ അച്ഛാ, അച്ഛമ്മയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണെന്ന് രേവതി പറയുമ്പോൾ, എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി നീ എടുത്തോളാൻ പറഞ്ഞു. അച്ഛൻ വന്നിട്ട് അച്ഛമ്മ ഇങ്ങനെ നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുക. അച്ഛമ്മയുടെ മോനെക്കുറിച്ച് 2 വാക്ക് പറയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നെക്കുറിച്ചോ? എന്നെക്കുറിച്ച് ഇപ്പം എന്നാ പറയാനാണെന്ന് ചോദിച്ചു കേട്ടോ. അന്നേരം രവി നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ, എന്തിനമ്മേ വാട ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട്, എൻ്റെ ഒരേ ഒരു മോനാ എന്നൊക്കെ പറഞ്ഞ അച്ഛമ്മ മോനെക്കുറിച്ച് ഇങ്ങനെ പറയാം കേട്ടോ. ഇവനാണ് എൻ്റെ എല്ലാം, എൻ്റെ ജീവനും ലോകവും ഒക്കെ ഇവനാണെന്നൊക്കെ മോനെപ്പറ്റി പറയുക നമ്മുടെ അച്ഛമ്മ. അങ്ങനത്തെ അച്ഛമ്മ കഥകളൊക്കെ ഇരുന്ന് പറയുക കേട്ടോ. മോനെ വളർത്തിയ കാലം നമുക്കൊക്കെ ജീവിക്കാനും ജീവൻ നിലനിർത്താനും ഒക്കെ ശ്വാസം വേണ്ടേ, അതാണ് എൻ്റെ മോൻ എന്ന് അച്ഛമ്മ പറയണു. രേവതി ഇതെല്ലാം വീഡിയോയിൽ പകർത്തുവാണ്. ഇതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അമ്മയും മോനും കൂടെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. അങ്ങനത്തെ അമ്മയുടെയും മോൻ്റെ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നു. ശ്രുതി അന്ന് കണ്ടപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞല്ലോ ഇല്ലേന്ന് അച്ഛൻ ചോദിച്ചു. അച്ഛനും കുറേ പറഞ്ഞു. അപ്പോഴത്തേക്കും വലിയ ചിരിയൊക്കെ ചിരിച്ച് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ അച്ഛമ്മേ എന്നും പറഞ്ഞു. അപ്പോൾ മോള് വന്നേന്ന് പറഞ്ഞ് മോളെ വിളിച്ച് അടുത്തിരുത്തുക. ഇവളാണ് ഈ വീട്ടിലെ മൂത്ത മരുമകളെന്നും പിന്നെ പെണ്ണുങ്ങളെ കൂടുതൽ സുന്ദരിയാക്കുക ഇവളുടെ ജോലിയാണെന്നൊക്കെ അച്ഛമ്മ പറയുന്നു. രേവതി ഇതെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛമ്മ ഒരു സർപ്രൈസ് ഉണ്ട്, എൻ്റെ കൂടെ ഒന്ന് വരുമോയെന്ന് ചോദിച്ചു. അങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമ്പം രേവതി മോൾ വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ, ഞാൻ പിന്നെ വരാൻ മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോയോ? അപ്പോൾ അച്ഛമ്മ വാ നമുക്ക് ടെറസിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മോളെ ടെറസിലെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഉണ്ട് അച്ഛമ്മ വാ എന്നും പറഞ്ഞ് രേവതി വിളിച്ചപ്പോൾ അച്ഛമ്മ പോകണു. അപ്പോൾ ശ്രുതിക്കേ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുക. ശ്രുതി വിളിച്ചപ്പോൾ പോയില്ല, ഞാൻ വിളിച്ചപ്പോൾ വന്നില്ല, അവൾ വിളിച്ചപ്പോൾ പോയെന്നും പറഞ്ഞു. ശ്രുതി അവിടെ ഇരിക്കുന്നു. എന്നിട്ട് ശ്രുതി പതുക്കെ അച്ഛൻ്റെ അടുത്തേക്ക് എന്നിട്ട്, ഇവൾക്ക് അവിടെ എന്നാ പണി, ടെറസിലെന്താണ് അപ്പോൾ പണി? അത് വീഡിയോ എടുക്കാനായിരിക്കും മോളെ, അല്ലാണ്ട് എന്തിനാണെന്നൊക്കെ അച്ഛൻ അന്നേരം ശ്രുതിയോട് ചോദിച്ചു. വീഡിയോയോ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ മുകളിൽ കൊണ്ടുപോയി അച്ഛമ്മയ്ക്ക് ആ ഇഷ്ടികകൾ കാണിച്ചു കൊടുക്കുക രേവതി. അപ്പോൾ ഇതെന്താ മോളെ ഇവിടെ ഇഷ്ടികകളൊക്കെ എന്ന് ചോദിച്ചു. ഇത് മുറി കെട്ടാൻ വേണ്ടി സച്ചേട്ടൻ വാങ്ങിച്ചു വെച്ചതാണെന്ന് പറയുമ്പം, രവി എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ മുറി കെട്ടുന്നുണ്ടെന്ന്. അല്ല എല്ലാവരും ചേർന്ന് കെട്ടാമായിരുന്നില്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പം, അത് അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണെന്നും മറ്റാരുടെയും സഹായമില്ലാതെ കെട്ടുന്നതല്ലേ അച്ഛമ്മയെ നല്ലത്, സ്വസ്ഥമായിട്ട് കെട്ടിയാൽ പിന്നീട് മറ്റാരും കണക്ക് പറയില്ലല്ലോ എന്നും രേവതി പറയുമ്പോൾ, അത് മോള് പറഞ്ഞ് ശരിയാന്ന് പറഞ്ഞു. കാശ് വേണമെങ്കിൽ ഞാൻ തരാൻ കേട്ടോ എന്ന് അച്ഛമ്മ രേവതിയോട് പറഞ്ഞു. അച്ഛമ്മ കണക്കൊന്നും പറയില്ല കേട്ടോ എന്നും പറഞ്ഞു. അപ്പം അയ്യോ കാശൊന്നും വേണ്ട അച്ഛമ്മേ, കുറച്ച് സമയം എടുക്കുമെങ്കിലും ഈ മുറി കെട്ടാനുള്ള കാശ് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കും അച്ഛമ്മയെന്ന് രേവതി അന്നേരം അച്ഛമ്മയോട് പറഞ്ഞു. ഞങ്ങളുടെ വിയർപ്പ് കൊണ്ട് തന്നെ ഇത് കെട്ടണമെന്ന് ഞങ്ങളുടെ ആഗ്രഹമെന്ന് രേവതി പറയുമ്പോൾ, അതൊക്കെ നടക്കും മോളെ, സച്ചി ഇപ്പോൾ ഉത്തരവാദിത്വ ബോധമുള്ള ഒരുത്തനാ, അങ്ങനെ നീ അവനെ മാറ്റിയെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അച്ഛമ്മ. എന്നിട്ട് അച്ഛമ്മയ്ക്ക് സന്തോഷമായെന്നും പറഞ്ഞു. അപ്പോൾ ശരി അച്ഛമ്മയോട് അങ്ങോട്ട് നിന്നേ, ഞാനൊരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛമ്മയെ പിടിച്ച് അവിടെ നിർത്തി. അപ്പം അച്ഛമ്മ അവിടെ ചെന്ന് നിന്നു. ഇനി അച്ഛമ്മ പറഞ്ഞു അച്ഛമ്മയുടെ 80ാം പിറന്നാളിനെ കുറിച്ച് അച്ഛമ്മയൊന്ന് പറയാനായിട്ട് രേവതി പറയുക. അപ്പോൾ വീഡിയോ പിടിക്കുക. ഇത്രയും വർഷത്തെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അച്ഛമ്മ എന്താ പഠിച്ചത്, എന്താണ് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ളത് എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ നമ്മുടെ അച്ഛമ്മയുടേതായ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുക. അതെല്ലാം രേവതി ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ രവിയെണ്ണയാണ് കാണിക്കുന്നത്. രവിയേട്ട ഫോൺ എടുത്ത് ഇങ്ങനെ ആരെയോ വിളിച്ചുകൊണ്ടിരിക്കുക, കിട്ടുന്നില്ല. അപ്പോൾ രേവതി അങ്ങോട്ടേക്ക് വന്നു. ഈ സച്ചിക്ക് എന്താ മോളെ പറ്റിയേ എന്ന് ചോദിച്ചു കേട്ടോ അന്നേരം അച്ഛൻ രേവതിയോട്. പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് പോയതല്ലേ, അവനെ കാണുന്നില്ലല്ലോ മോളെ, ഞാൻ കുറേ പ്രാവശ്യം അവനെ വിളിച്ചു നോക്കി, അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ, അവൻ എന്താ പറ്റിയേ? അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അച്ഛാ ഫോൺ എടുക്കാത്തത്. കാർ എവിടെയെങ്കിലും സൈഡിൽ ഒതുക്കിയിട്ടിട്ട് അവന് ഫോൺ എടുത്തൂടെ? ഞാൻ വിളിച്ചാൽ ഇതേവരെ അവൻ ഫോൺ എടുക്കാതിരുന്നിട്ടില്ല. പിന്നെ എന്താ അവൻ ഇപ്പോൾ പറ്റിയ മോള് പറ, എന്താ കാര്യം?
അപ്പോൾ രേവതി ഇങ്ങനെ വിഷമിച്ച് അച്ഛനെയും നോക്കുക. മോളൊന്ന് അവനെ വിളിച്ച് നോക്കിക്കേ. അപ്പോൾ ഞാൻ വിളിക്കാം, സച്ചേട്ടൻ അച്ഛനെ തിരിച്ച് വിളിച്ചോളൂ വെച്ചാന്ന് പറഞ്ഞപ്പം മോളെ അമ്മ അവൻ എന്തെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടെ കൂടാൻ വേണ്ടിയല്ലേ പിറന്നാളാഘോഷം ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചേ. ഇതിപ്പോൾ അവൻ ഇങ്ങനെ കാണിച്ചാൽ എങ്ങനെ ഇത് ശരിയാവാന്നൊക്കെ ഇങ്ങനെ രേവതിയോട് അച്ഛൻ ചോദിക്കുക. മോളൊന്ന് വിളിച്ചേ അവനെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി ഫോൺ എടുത്ത് വിളിക്കുക, പക്ഷേ കിട്ടുന്നില്ല. അപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് സുധി അങ്ങോട്ടേക്ക് വന്നു. അവനേതെങ്കിലും ബാറിലായിരിക്കും, അടിച്ച് ഫുൾ ഓഫായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നീ എന്തോന്നാടേ പറയുന്നത്? ഇന്ന് അവൻ്റെ അച്ഛമ്മയുടെ പിറന്നാൾ അവൻ ഒരിക്കലും കുടിക്കത്തില്ല എന്ന് പറഞ്ഞു അച്ഛൻ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും അവൻ കുടിക്കും. ഇന്ന് അവന് സന്തോഷമുള്ള ദിവസമല്ലേ, അച്ഛമ്മയുടെ പിറന്നാൾ. കൂട്ടുകാർക്കൊപ്പം കുടിച്ച് ഓഫായിട്ട് കിടക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ല എൻ്റെ സച്ചേട്ടൻ കുടിക്കില്ല എന്ന് രേവതി സുധിയോട് പറഞ്ഞു. ദൂരെ ഒരു ട്രിപ്പിന് പോയതാ, സച്ചേട്ടൻ വന്നോളൂ എന്നും രേവതി പറയുമ്പോൾ വന്നോളൂ എന്നും പറഞ്ഞ സുധി. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പാതിരാത്രി 4 കാലിൽ വന്നോളും, നീ കണ്ടോളാൻ പറഞ്ഞു. അന്ന് പറഞ്ഞ് സുധി അങ്ങ് പോവുക. വന്നോളും പോലും നല്ല വരവ് വരും എന്നും പറഞ്ഞ്. അപ്പോൾ വരാനിരിക്കുന്ന ആ ഒരു ഭൂകമ്പം എന്താണെന്ന് അറിയാതെയാണ് സുധി കിടന്ന് ആൾ കളിക്കുന്നത്. അപ്പോൾ സുധി പറഞ്ഞതുപോലെ അവൻ കുടിക്കത്തൊന്നുമില്ല മോള് പേടിക്കണ്ട, അവൻ പെട്ടെന്ന് വരുമായിരിക്കും അല്ലേ എന്ന് അച്ഛൻ രേവതിയോട് ചോദിക്കുമ്പോൾ രേവതി അതിനേക്കാളും ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. എന്നാലും എന്തായിരിക്കും അവന് പറ്റിയ എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പാ. മോള് വെറുതെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അവനൊന്നും പറ്റി കാണത്തില്ല, അവൻ പെട്ടെന്ന് വരുമായിരിക്കും അല്ലേ എന്നും പറഞ്ഞ അച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോയി. രേവതി അതിനേക്കാളും വലിയ വിഷമത്തിലിരിക്കുക. പക്ഷെ ആരും പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാണ് നമ്മുടെ അച്ഛമ്മയ്ക്ക് രേവതി കൊടുക്കാനിരിക്കുന്നത്. അത് കഴിഞ്ഞ് രേവതി കുറേ നേരം അകത്തിരുന്ന് ആലോചിച്ചു, പിന്നെ ഉമ്മറത്ത് പോയിരുന്ന് ആലോചിച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് രേവതി സച്ചിയെപ്പറ്റി ആലോചിക്കുക. അപ്പം അച്ഛമ്മയ്ക്ക് സ്വർണ്ണമാല ഗിഫ്റ്റായിട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റാത്തതിന് വിഷമമുണ്ട് സച്ചേട്ടന്. ആ വിഷമത്തിൽ സച്ചേട്ടനെ ഇനി കുടിക്കാനും ചെയ്യുമോ എന്നുള്ള പേടിയാണ് രേവതിക്ക്. പേടിച്ച് വരച്ച് രേവതി അവിടെ അങ്ങനെ ഇരിക്കുക. എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയതിൻ്റെ പേരിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുമല്ലോ, ഇനിയിപ്പോൾ എന്നാ ചെയ്യും, വീട്ടിൽ ഇപ്പോൾ ഉള്ള സന്തോഷമൊക്കെ ഇല്ലാണ്ടാവുമല്ലോ എന്നും പറഞ്ഞ് ആൾക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക രേവതി. അച്ഛമ്മയ്ക്ക് ആകെ വിഷമാവും, ഇനിയിപ്പോൾ എന്നാ ചെയ്യും എന്നൊക്കെയുള്ള ആ ഒരു ആദ്യത്തെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ചേട്ടാ സച്ചേട്ടന് ഇതുവരെ ഫോൺ എടുക്കാത്തത് എന്താ ഇപ്പോൾ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക രേവതി. ഒരു മാർഗം മുന്നേ തെളിയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സച്ചിയും ഈച്ചയും കൂടി ഇങ്ങനെ വണ്ടി പോരും. അപ്പോൾ ഈച്ചയും വിളിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വരുന്നിട്ട് ഈച്ചയോടെ സ്വർണ്ണമെല്ലാം വിറ്റ് പോയെന്നല്ലേടാ പറഞ്ഞു, ഇനി എന്ത് ചെയ്യുന്നു ചോദിച്ചു അപ്പോൾ ആരെയോ തപ്പി ഇറങ്ങിയത്, അവർ ഇന്ന സ്ഥലത്തുണ്ടെന്നല്ലേ പറഞ്ഞത്, നമുക്ക് അവിടെ പോയി തപ്പിയാലോ എന്ന് ഈച്ച ഇങ്ങനെ ചോദിച്ചു. അന്നേരം അങ്ങനെയൊന്നും വരാൻ വഴിയില്ല എന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുക. ഒരു വീട് സ്ഥലവും കാര്യങ്ങളെല്ലാം നോക്കി പോയതാണ്, പക്ഷെ അവിടെയൊന്നും ഇല്ല. അപ്പോൾ എടാ സച്ചി, നീ ആഗ്രഹിച്ചതുപോലെ നടക്കും, സമാധാനപ്പെടും, നീ വണ്ടി എടുക്കാൻ പറഞ്ഞു, നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പിന്നെയും വണ്ടിയിൽ കയറി ഇങ്ങനെ പോവുക. അങ്ങനെ വണ്ടിയിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു. ആ സമയത്ത് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ രേവതിയുടെ കുറേ മിസ് കോൾ. രേവതി കുറേ തവണ വിളിച്ചിട്ടുണ്ടല്ലോടാ, എന്തിനാണ് അവ വിളിച്ചത്? എടാ നീ വീട്ടിലെത്താത്തത് കൊണ്ട് വിളിച്ചതായിരിക്കും, നീ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. പിന്നെ വിളിക്കാടാ, ഇപ്പം വിളിക്കാൻ എനിക്ക് വിചാരിച്ച കാര്യം നടക്കോ ഇല്ലയോ എന്ന് നോക്കാം എന്നും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ സച്ചി വണ്ടി എടുത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോയി. സച്ചി പോയി കഴിയുമ്പോൾ നമ്മുടെ അച്ഛമ്മ അവിടെ ഇരിക്കുക. അപ്പോൾ അച്ഛമ്മ ഇങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുന്നു. അച്ഛമ്മ വിഷമിച്ചിരുന്ന സമയത്ത് സച്ചിയെ കാണാത്തതിൻ്റെ ഒരു പരിഭവവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അച്ഛമ്മ ബോറടിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. ശ്രീകാന്തും വർഷം അങ്ങോട്ടേക്ക് വന്നു. എന്താടാ ഇതെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛമ്മയ്ക്ക് ഈ കവർ കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായില്ലേ, കേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാടാ ഇതൊക്കെ? അതെ, ഞാനിവിടെ ഒരു ബേക്കറി തുടങ്ങാൻ പോവുക, അതിനുവേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞു. ബേക്കറിയോ? എൻ്റെ പൊന്നച്ഛമ്മേ, അച്ഛമ്മയുടെ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അതിനുവേണ്ടി ശ്രീകാന്ത് സ്പെഷ്യലായിട്ടുണ്ടാക്കിയ കേക്കായതെന്ന് വർഷ പറഞ്ഞു. അപ്പോൾ എന്തിനാടാ ഈ കേക്കൊക്കെ മുറിക്കുന്നത്? ഞാനെന്താ കൊച്ചുകുട്ടിയാണോ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പം അതെന്താ കൊച്ചുകുട്ടികളുടെ ബർത്ത്ഡേക്ക് മാത്രമാണോ കേക്ക് മുറിക്കാൻ പാടുള്ളൂ എന്ന് ശ്രീകാന്ത് അന്നേരം ചോദിച്ചു. എല്ലാവരും ചേർന്ന് എൻ്റെ പിറന്നാൾ ഒരു ഉത്സവമാക്കുകയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ അല്ലാണ്ട് പിന്നെ അച്ഛമ്മേ ഇതൊന്നും അല്ല കേട്ടോ, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പം അതെന്താന്ന് ചോദിച്ചു. അതൊക്കെ സസ്പെൻസാ, അല്ലെങ്കിൽ അതിൻ്റെ ത്രില്ല് അങ്ങ് കളയുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്ഛമ്മേ വന്നേന്നും പറഞ്ഞു വിളിച്ചു. നമ്മുടെ ശ്രുതി വിളിച്ചു. ഞാൻ ചെറുതായിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞു. എന്തോന്ന് മേക്കപ്പ് ചെയ്ത് തരാമെന്ന്. അപ്പം മേക്കപ്പോ എനിക്കോ? അപ്പോൾ അച്ഛമ്മ ഇങ്ങനെ നോക്കുന്ന കണ്ടപ്പോൾ പിന്നെ ആർക്കാ? അച്ഛമ്മയ്ക്ക് തന്നെയാണെന്ന് ശ്രുതി പറഞ്ഞു. അച്ഛമ്മ ഇങ്ങനെ അന്തം വിട്ടിരിക്കാം. അച്ഛമ്മയല്ലേ ബർത്ത്ഡേക്ക് ഇളവ് സുന്ദരി ആവണ്ടേ എന്നൊക്കെ ചോദിച്ചു. മേക്കപ്പ് അതും ഈ പ്രായത്തിലോ? നീ ഒന്ന് പോവണേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അച്ഛമ്മ ഇരിക്കുമ്പം അതെന്താ പ്രായമായവർക്ക് മേക്കപ്പ് ഇടാൻ പറ്റില്ലേ? ഇന്ന് അച്ഛമ്മയുടെ സ്പെഷ്യൽ ഡേ ആണ്.
മേക്കപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ വേണ്ട വേണ്ട വേണ്ടേ വേണ്ട, ചുമ്മാ ആളുകളെ കൊണ്ട് പറയിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മേക്കപ്പ് ചെയ്തിട്ടേ ഇല്ലയെന്നും ഇങ്ങനെ ശ്രുതിയോട് അച്ചമ്മ പറയുമ്പം ഇന്നൊരൊറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, പ്ലീസ് അച്ചമ്മയെന്ന് പറഞ്ഞ് ശ്രുതി വിളിക്കും കേട്ടോ. അച്ചമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടുതലൊന്നും ചെയ്യില്ല, ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് തരാം, പ്ലീസ് അച്ചമ്മ പ്ലീസ്, എനിക്ക് വേണ്ടി ഒന്ന് വാ അച്ചമ്മേ പ്ലീസ് അച്ചമ്മേ. അപ്പം നീ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാതെ, അപ്പം മേക്കപ്പ് ചെയ്താൽ എല്ലാവരും എന്നെ നോക്കി ചിരിക്കും, ആരും ചിരിക്കൊന്നുമില്ല, ഇന്നൊരു ദിവസത്തേക്കല്ലേ അല്ലേ, വാ അച്ചമ്മ വന്നേ. ഈ അച്ചമ്മയുടെ ഒരു കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ആദ്യം തുടിച്ച് അതിലേ അങ്ങനെ വന്നു. പിന്നെ ശ്രുതി അച്ചമ്മയെ ഒരുക്കുക കൊണ്ടിരുത്തി. അങ്ങനെ അച്ചമ്മയെ ഒരുക്കി അച്ചമ്മയെ ഒരു പരുവത്തിൽ കൊണ്ടുവന്ന് ശ്രുതി എത്തിച്ച് നിർത്തുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി. ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്ന വീണ്ടും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നന്ദി, ടാറ്റാ.